സൗദിയിൽ സ്കൂൾ ബസ്സുകൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കർശനമാക്കി ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി. പ്രൈമറി തലം മുതൽ താഴോട്ടുള്ള വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന ബസ്സുകളിൽ ആയമാർ നിർബന്ധം. 12 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള ബസ്സുകൾ സർവീസുകൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. സർവീസ് ആരംഭിക്കുന്നതിന് അതോറിറ്റിയുടെ 3 വർഷത്തിൽ കുറയാത്ത ലൈസൻസ് നേടിയിരിക്കണമെന്നും പുതിയ ചട്ടങ്ങളിൽ നിഷ്കർഷിക്കുന്നു. സൗദി ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി ഡയറക്ടർ ബോർഡ് അംഗീകരിച്ച പുതിയ ചട്ടങ്ങൾ പ്രാബല്യത്തിലായി. പ്രൈമറി ക്ലാസുകളിലും അതിന് താഴെയുള്ള വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന ബസ്സുകളിൽ എസ്കോർട്ട് ഉണ്ടായിരിക്കണമെന്ന് പുതിയ ചട്ടങ്ങൾ അനുശാസിക്കുന്നു. 18 വയസ്സിൽ കുറയാത്തതും ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന് സർട്ടിഫൈ ചെയ്ത ആളുമായിരിക്കണം ആയമാരായി ബസ്സുകളിൽ ഉണ്ടാവേണ്ടത്. ഇവർ വിദ്യാർത്ഥികളെ സഹായിക്കുകയും ബസ്സിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും യാത്രയിലും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യണം. സ്കൂൾ സർവീസ് മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾ 3 വർഷത്തെ ലൈസൻസ് നേടിയിരിക്കണം. 5ൽ കുറയാത്ത ബസ്സുകൾ സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടാകണം. ബസ്സുകൾക്ക് 12 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കം ഉണ്ടാകരുത്. ബസ് ഡ്രൈവർമാർക്ക് പ്രൊഫഷണൽ ഡ്രൈവർ കാർഡ് ഉണ്ടായിരിക്കണം. ഡ്രൈവർമാർക്ക് കുറഞ്ഞത് 25 വയസ്സ് പ്രായമുണ്ടായിരിക്കണം. ശുദ്ധമായ ക്രിമിനൽ റെക്കോർഡും ഉണ്ടായിരിക്കണം. അതോറിറ്റി അംഗീകരിച്ച പ്രൊഫഷണൽ കോമ്പിറ്റൻസി ടെസ്റ്റ് പാസ്സാകണം. തുടങ്ങിയ നിബന്ധനകളും പാലിച്ചിരിക്കണം. ഓരോ യാത്രയ്ക്ക് ശേഷവും ബസ് ശൂന്യമാണെന്നും വിദ്യാർത്ഥികൾ വാഹനത്തിലുണ്ടായിരിക്കെ ഇന്ധനം നിറക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും അതോറിറ്റിയുടെ ചട്ടങ്ങൾ നിഷ്കർഷിക്കുന്നു. നൌഷാദ് രിക്കൂർ, മീഡിയ 1, ദമ്മാം.